Hi friends, welcome to my YouTube channel H Media. ഈ വീഡിയോയിലൂടെ Rayfire എന്ന പ്ലഗിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഏതൊരു 3D ഒബ്ജക്ട്സിനെയും എക്സ്പ്ലോർട്ട് ചെയ്തുകൊണ്ട് ഒരു ഡെമോളിഷിംഗ് ആനിമേഷൻ ചെയ്യുന്നത് Rayfire എന്ന പ്ലഗിൻ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്ലഗിൻ നമ്മുടെ സീനുകളിലേക്ക് എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ഒരു ഡെമോളിഷിംഗ് ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാമെന്നെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. ആദ്യമായി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പില്ലറിലാണ് ഒരു ഡെമോളിഷിംഗ് ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. Rayfire എന്ന പ്ലഗിനെ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം മോഡിഫയർ ലിസ്റ്റിൽ നിന്ന് ഈ ഒരു പ്ലഗിന്റെ മോഡിഫയേഴ്സ് നമുക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. Rayfire വൊറോനൈ എന്ന ഈ ഒരു മോഡിഫയർ ആണ് ആദ്യമായി ഈ ഒരു പില്ലറിലേക്ക് അസൈൻ ചെയ്യുന്നത്. ഈ ഒരു മോഡിഫയർ ഇതിൽ അസൈൻ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു മോഡിഫയറിന്റെ പാരാമീറ്റേഴ്സിൽ സെലക്ഷനുകൾ നമുക്കിവിടെ കാണാവുന്നതാണ്. ബോക്സ് എന്ന മോഡിലാണ് ഇവിടെ സെലക്ഷൻ ചെയ്തിരിക്കുന്നത്. ബോക്സ് ഡിസ്ട്രിബ്യൂഷൻ, പോയിന്റ് ഫിൽറ്റർ, ഫ്രാഗ്മെന്റ്സ് തുടങ്ങിയ പാരാമീറ്റേഴ്സ് നമുക്കിവിടെ കാണാവുന്നതാണ്. ബോക്സ് ഡിസ്ട്രിബ്യൂഷൻ എന്ന ഈ ഒരു പാരാമീറ്ററിൽ വ്യൂപോർട്ടിൽ കാണുന്ന ഈ ഒരു പോയിന്റ്സിന്റെ നമ്പേഴ്സ് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ ഈ മോഡിഫയറിന്റെ എഫക്ട് ചെയ്യുന്ന ഏരിയ ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. ഞാനൊരു 200 നമ്പറാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അടുത്തായി ഇവിടെ വിഡ്ത്ത്, ലെങ്ത്, ഹൈറ്റ് തുടങ്ങിയ ഇവിടെ കാണാവുന്നതാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഒബ്ജക്റ്റിന്റെ സൈസാണ് ഇവിടെ സെലക്ട് ആയിരിക്കുന്നത്. ബോക്സ് ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് ആവശ്യമുള്ള ചേഞ്ചസ് ചെയ്തതിനു ശേഷം ഫ്രാഗ്മെന്റ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു പില്ലറിനെ ഇതുപോലെ ഫ്രാഗ്മെന്റ് ചെയ്തുകൊണ്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഫ്രാഗ്മെന്റ് സൈസ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഇന്ററാക്റ്റീവ് ഫ്രാഗ്മെന്റേഷൻ ബട്ടൺ ഓൺ ചെയ്യാം. നമ്മളിവിടെ ചേഞ്ച് ചെയ്യുമ്പോൾ ആ ഒരു ചേഞ്ചസ് ലൈവായി ഇവിടെ കാണാവുന്നതാണ്. ഈ ഒരു ഇന്ററാക്റ്റീവ് ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൺ ചെയ്യാം. ഇവിടെ ഇത് ഓൺ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇതിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായി നമുക്കിതിന്റെ വിഡ്ത്ത്, ലെങ്ത്, ഹൈറ്റ് തുടങ്ങിയ ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു 1000 വിഡ്ത്ത് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റിലും ഞാൻ ഈ ഒരു 1000 തന്നെ ഇവിടെ സെറ്റ് ചെയ്യുകയാണ്. നമുക്കിതിൻ്റെ സൈസിൽ ഇതുപോലെ ചേഞ്ച് വന്നതായി ഇവിടെ കാണാവുന്നതാണ്. ഇതുപോലെ ഈ ഒരു ഫ്രാഗ്മെന്റ്സ് എന്ന ഈ ഒരു പാരാമീറ്ററിൽ നിന്ന് ഇതിൻ്റെ സ്ട്രെച്ചിങ് ഈ ഒരു XYZ പെർസെൻറ്റേജ് അനുസരിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇവിടെ ഒരു ഫ്രാഗ്മെന്റ് ലഭിച്ചിരിക്കുകയാണ്. ഇനി ഒരു എക്സ്പ്ലോർട്ട് ടു ഒബ്ജക്ട്സ് എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഫ്രാഗ്മെന്റ്സ് ചെയ്ത ഈ ഒരു പില്ലറിനെ എക്സ്പ്ലോർട്ട് ചെയ്ത് ഡിഫറെന്റ് ഒബ്ജക്ട്സുകളായി സെറ്റ് ചെയ്യാം. നമ്മളിവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ ഡിഫറെന്റ് ഫ്രാഗ്മെന്റഡ് പീസസ് ആയി ഈ ഒരു പില്ലർ ഇവിടെ മാറിയിരിക്കുകയാണ്. ഇതുപോലെ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് മൂവ് ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. അടുത്തായി നമ്മൾ ഇതിൻ്റെ ഒരു ഡെമോളിഷിംഗ് ആനിമേഷൻ ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനായി ഞാൻ ആദ്യം ഇത് സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് ഈ ഒരു ഒബ്ജക്റ്റ് കളർ ചേഞ്ച് ചെയ്യുകയാണ്. ഇതുപോലെ ഒരു സിംഗിൾ കളറിൽ ഈ ഒരു പില്ലർ ഇവിടെ കാണാവുന്നതാണ്. ഇനി ഇതിന്റെ ഡെമോളിഷിംഗ് ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനായി നമുക്ക് ഈ ഒരു പില്ലർ സെലക്ട് ചെയ്യാം. അതിനുശേഷം ക്രിയേറ്റിൽ സ്റ്റാൻഡേർഡിൽ Rayfire സെലക്ട് ചെയ്യാം. ഇതിൽ ഒബ്ജക്റ്റ് ടൈപ്പിൽ Rayfire ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ Rayfire ഫ്ലോട്ടർ എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇതിന്റെ ടൂൾസ് ആക്സസ് ചെയ്യാം. ഇവിടെ ഇതുപോലെ ഒരു വിൻഡോ ലഭിച്ചിരിക്കുകയാണ്. ഇതിൽ ഒബ്ജക്ട്സ്, ഫിസിക്സ്, ഫ്രാഗ്മെന്റ്സ്, ലെയേഴ്സ് തുടങ്ങിയ വിൻഡോസ് ഇവിടെ കാണാവുന്നതാണ്. ഇതിൽ ഒബ്ജക്ട്സ് എന്ന ഈ ഒരു സെക്ഷനിൽ ഇവിടേക്കാണ് നമ്മളുടെ ഒരു പില്ലറിനെ ആഡ് ചെയ്യേണ്ടത്. നമുക്കിതുപോലെ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ആഡിൽ ക്ലിക്ക് ചെയ്യാം. ഈ ഒരു ആഡിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഫ്രാഗ്മെന്റഡ് ആയ നമ്മളുടെ ഒരു കോളം ഇവിടേക്ക് ആഡ് ആയിരിക്കുകയാണ്. ഇതിന്റെ താഴെ സിമുലേഷൻ ജോമെട്രി എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ കോൺവെക്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. താഴെ മെറ്റീരിയൽ എന്ന ഈ ഒരു ഓപ്ഷനിൽ ഡെൻസ് റോക്ക് ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഫിസിക്സ് എന്ന ഈ ഒരു ടാബാണ് ഇനി സെലക്ട് ചെയ്യേണ്ടത്. ഇതിൽ ഫിസിക്കൽ ഓപ്ഷൻസിൽ ഫിസിക്കൽ എൻജിൻ, ഫിസിക്സ്, മാസ് എഫക്ട്സ് ആണ് ഇതിൽ സെലക്ട് ആയിരിക്കുന്നത്. ഈ ഒരു ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനായി ഇതിന്റെ സ്റ്റാർട്ട് ഫ്രെയിം, എൻഡ് ഫ്രെയിം തുടങ്ങിയ ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ സ്റ്റാർട്ട് ഫ്രെയിമിൽ 0 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ ഒരു ടൈം റേഞ്ച് 100 ആയി മാറിയിരിക്കുകയാണ്. കൊളീഷൻ ടോളറൻസ്, സബ് സ്റ്റെപ്സ്, ഗ്രാവിറ്റി തുടങ്ങിയ ഓപ്ഷൻസ് ഇവിടെ കാണാവുന്നതാണ്. ഇതെല്ലാം ഡിഫോൾട്ടായി തന്നെ നമുക്ക് കീപ്പ് ചെയ്യാം. ഇനി ഒരു പില്ലറിന്റെ കൊളീഷനായി ഗ്രിഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനായി നമുക്ക് ഈ ഒരു ഫിസിക്സ് എന്ന ഈ ഒരു ടാബിൽ
സിമുലേഷൻ പ്രോപ്പർട്ടീസ് ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്യാം. ഹോം ഗ്രിഡ് ആസ് ഗ്രൗണ്ട് എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രിഡിനെ ഒരു കൊളീഷനായി ഈ സിമുലേഷൻ പ്രോപ്പർട്ടീസിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്തായി ഡെമോളിഷിംഗ് ജോമെട്രി എന്ന ഈ ഒരു ഓപ്ഷനിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് ഓൺ ചെയ്യാം. മെറ്റീരിയൽ, ഡെപ്ത് ലെവൽ തുടങ്ങിയ ഓപ്ഷൻസ് ഇവിടെ കാണാവുന്നതാണ്. ബൈ ഡിഫോൾട്ട് തന്നെ നമ്മളിത് യൂസ് ചെയ്യുകയാണ്. ഇനി ഒരു ഡെമോളിഷിംഗ് ആനിമേഷൻ്റെ പ്രിവ്യൂ ചെക്ക് ചെയ്യുന്നതിനായി നമുക്ക് ഈ പ്രിവ്യൂ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. ഇതുപോലെ ഒരു പില്ലറിൻ്റെ ഡെമോളിഷിംഗ് നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ പ്രിവ്യൂ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ആനിമേഷനെ ബേക്ക് ചെയ്യുന്നതിനായി ഇവിടെ ബേക്ക് എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ആനിമേഷനെ ബേക്ക് ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു ആനിമേഷൻ്റെ ബേക്കിംഗ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്കിത് പ്ലേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ആനിമേഷൻ ഇവിടെ നിന്ന് കാണാവുന്നതാണ്. അടുത്തതായി ഫ്രാഗ്മെന്റഡ് ഒബ്ജക്റ്റുകളെ ഡീറ്റെയിലിംഗ് ചെയ്ത് മോഡിഫൈ ചെയ്യുന്നതിനായി റേഫയർ ആസ്പെരിറ്റി എന്ന മോഡിഫയർ അസൈൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു മോഡിഫയർ അസൈൻ ചെയ്തതിനു ശേഷം ഇതിന്റെ സ്മൂത്തിങ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായി ട്രയാങ്കുലേഷൻ എന്ന ഈ ഒരു ഓപ്ഷനിൽ എഡ്ജ് ലെങ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു എഡ്ജ് ലെങ്ത് 0.8 ആണ് സെറ്റ് ചെയ്യുന്നത്. അടുത്തായി എഫക്റ്റഡ് ഫേസസ് എന്ന ഈ ഒരു ഓപ്ഷനിൽ സെലക്റ്റഡ് ഓൺലി എന്ന ഈ ഒരു ടിക്ക് നമുക്ക് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓഫ് ചെയ്യാം. നമുക്ക് ഈ ഒരു പില്ലറിലേക്ക് ഇതിന്റെ എഫക്റ്റ് ഇവിടെ ആഡ് ആയതായി കാണാവുന്നതാണ്. ഈ ഒരു ക്രാക്സിലൊക്കെ വളരെ ഡീറ്റെയിലിംഗ് നമുക്കിവിടെ ലഭിച്ചിരിക്കുകയാണ്. ഇനി ഒരു ആനിമേഷൻ പ്ലേ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഏതൊരു ഒബ്ജക്റ്റിന്റെയും ഡെമോളിഷിംഗ് ആനിമേഷനോ ഒരു എക്സ്പ്ലോഷൻ ആനിമേഷനോ ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇതൊരു പെയ്ഡ് പ്ലഗിൻ ആണ്. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ പ്രൊജക്റ്റുകളിലേക്ക് ഇത് യൂസ്ഫുൾ ആയി ഫീൽ ചെയ്യുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.